രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയിലെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിൽ പറഞ്ഞത്. ആഭ്യന്തര LPG ഉൽപാദനം 28% കൂട്ടി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രഥമ പരിഗണന നൽകണം. രാജ്യത്ത് ഇന്ധനം എത്തിക്കാൻ ബദൽ മാർഗങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നുവെന്നും ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഹോർമൂസ് കടലിടുക്കിലൂടെ വന്ന എണ്ണക്കപ്പൽ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ലൈബീരിയൻ പതാകയുള്ള ടാങ്കർ ഷെൻലോങ് സൂയസ് മക്സ് ആണ് മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, ഊർജ്ജ പ്രതിസന്ധി ഇല്ല, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നത് തന്നെയാണോ കേന്ദ്രമന്ത്രിയും പറയുന്നത്? പെട്രോളിയം മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചെന്ന് വിശദീകരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണിപ്പോൾ? വിനീത, കഴിഞ്ഞ 2 ദിവസമായി വലിയ പ്രതിഷേധമാണ് LPG പ്രതിസന്ധി, അതുപോലെ തന്നെ ഇന്ധന പ്രതിസന്ധി എന്നിവ ഉയർത്തി പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ ധർണയും പ്രതിപക്ഷം നടത്തിയിരുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് വിഷയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിക്കുകയും അതിന് മറുപടിയുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയോട് നടത്തിയ ഒരു കീഴടങ്ങലാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെ ആക്രമിച്ചത്. മാത്രമല്ല, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് എപ്സ്റ്റീൻ ഫയലിലുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. തൊട്ടു പിന്നാലെ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി തൽക്കാലം ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പെട്രോളിന്റെ കാര്യത്തിലായാലും ഡീസലിന്റെ കാര്യത്തിലായാലും ഒപ്പം തന്നെ മണ്ണെണ്ണയുടെ കാര്യത്തിലായാലും ആവശ്യമായ സ്റ്റോക്ക് ഇപ്പോൾ തന്നെ രാജ്യത്തുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് പ്രഥമ പരിഗണന. ആഭ്യന്തര LPG ഉൽപാദനം 28% കൂട്ടി. ബദൽ മാർഗം ഇത്തരത്തിൽ ക്രൂഡ് ഓയിലൊക്കെ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ സഭയെ അറിയിച്ചിരിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും.